സിജോ, അഭിഷേക്, ജിൻഡോ, ഗബ്രി ഇവരാണ് ഈ ആഴ്ചത്തെ ജയിലിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാസ്കില്. ഇതിൽ അഭിഷേകിന്റെ കാര്യം ഞാൻ ഓക്കെയാണ്. കാരണം ടാസ്കിൽ നല്ലപോലെ കളിച്ചുവെങ്കിലും ഇന്ററാക്ഷനും പിന്നെ അതേപോലെ കോൺട്രിബ്യൂഷനും എല്ലാം വളരെ കുറവായിരുന്നു. ആരോടും മിണ്ടുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരാളാണ് അഭിഷേക്. അപ്പൊ അഭിഷേക് ജയിലിൽ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. പോയി ഗെയിം മാറുവാണെങ്കിൽ മാറട്ടെ. സിജോ, ജിൻഡോ, ഗബ്രി ഈ 3 പേരും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജിൻഡോ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ വേറെ ആരാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? എന്നിട്ടാണ് പവർ ടീം പുള്ളിയെ ജയിലിലിടാൻ നോമിനേറ്റ് ചെയ്തത്. അതൊരു കോമഡി, അൺഫെയർ നോമിനേഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ചീത്ത പറയാനാണെങ്കിൽ ഗബ്രിയുടെ പേര് നമ്മൾ നമ്മുടെ വീഡിയോകളിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഗബ്രി. ഇനി സിജോയുടെ കാര്യം, സിജോ പ്രസൻസ് അറിയിച്ചിട്ടുണ്ട് അവിടെ. ആ പ്രാങ്ക് ആയി കഴിഞ്ഞാലും ടാസ്കിലെ ഫിസിക്കൽ പെർഫോമൻസ് ആയി കഴിഞ്ഞാലും നോറയ്ക്കെതിരെ കളിച്ചതായി കഴിഞ്ഞാലും എല്ലാ രീതിയിലും കൊള്ളാമെന്ന് സിജോ തോന്നിപ്പിച്ചു ഈ ഒരാഴ്ച. എന്നിട്ടാണ് 5 വോട്ട് കിട്ടി പുള്ളി ജയിലിൽ പോകുന്നത്. അത് മറ്റൊരു വിരോധാഭാസം. പിന്നെ ഇനി ലൈവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഗബ്രിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് പുള്ളിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അത് പവർ ടീം നോമിനേറ്റ് ചെയ്ത് ഒട്ടും പിടിച്ചിട്ടില്ല. കാരണം ശരണ്യയും ശ്രീരേഖയും ഉണ്ടായിരുന്ന അതേ പവർ ടീമിൽ തന്നെയാണ് ഗബ്രിയും ഉണ്ടായിരുന്നത്. സായിക്കും നന്ദനയ്ക്കും കയറാൻ വേണ്ടി ഗബ്രിയും മുടിയും ഇറങ്ങി കൊടുത്തതാണ് ആ ഒരു ടാസ്ക് ഒക്കെ നടന്നിരുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെ ഒരു നോമിനേഷൻ നടത്തി ശരണ്യയും ശ്രീരേഖയും ബാക്ക് സ്റ്റാബിങ് നടത്തി എന്നാണ് ജാസ്മിനോട് ഗബ്രി ഇപ്പോൾ ലൈവിലിരുന്ന് പറഞ്ഞത്. കണക്കായി പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലുള്ള അടികളും തിരിച്ചടികളും നിറഞ്ഞതാണ് ഈ ഒരു ഗെയിം. ശ്രീരേഖയും ശരണ്യയോട് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ നിൽക്കുന്ന 2 പേരാണ്. എങ്ങോട്ട് വേണമെങ്കിലും പ്ലേറ്റ് തിരിച്ച് ആരെ വേണമെങ്കിലും കൊത്താൻ മടിയില്ലാത്തവരാണ്. പ്രത്യേകിച്ച് ശ്രീരേഖ കൊത്തിയിട്ടുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗബ്രിക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തതിൽ ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല. അവർക്ക് ഇനിയും കുറെ കൂടെ പണികൾ അവിടെ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ ഇവരുടെ ഭാഗത്തു നിന്നും.